ഇഫ്താർ മീറ്റാണ്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് ഞാൻ കുറേ നേരം അവർ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് അവരെത്തണില്ല. പോസ്റ്റ് 5:15 എത്തും പറഞ്ഞിട്ട് 6:15 ആരാ നേരം വൈകിച്ചേ? അങ്ങനെ കുറേ നേരം കാത്തുനിന്നിട്ട് അവരെത്തി. ഫ്രണ്ട്സായി പോയില്ലേ, ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ, സഹിക്കന്നെ അങ്ങട്. ഗൈസ്, ഞങ്ങൾ ഇഫ്താർ മീറ്റിന് വന്നിക്കാണ്. എവിടുക്കാ വന്നിക്കണ്? നോക്ക് കുരിപ്പ് പറയുന്ന നമ്മൾ ഇഫ്താർ മീറ്റിന് വന്നിക്കാണ്. അത് സമർ മന്തി. പക്ഷെ ഇവരിന്നെ കൊറേ നേരം ഇവിടെ പോസ്റ്റ് ആക്കി. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഷംന ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. ഇതൊക്കെയാണ് എന്റെ ഫ്രണ്ട്സ്. പറയൂ. ഇവിടെ ആരാന്നറിയോ? ഇമ്പോസ്റ്റർ. ഇത് കണ്ടില്ല, ഒരാള് മാത്രം അബായ ഇടാ പറഞ്ഞ് പറ്റിച്ചു. ഇതാണ് നമ്മളെ പ്രശ്നം. വരാൻ ലേറ്റ് ആയി. ഇതാ ഞങ്ങൾ എല്ലാരും ബ്ലാക്ക് ഇട്ടപ്പോ അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അകത്തേക്ക് പോയി. ഞങ്ങളിത് പ്രീ ബുക്ക് ചെയ്തതായിരുന്നു. ഒരു കോംബോ ആയിട്ട് വരുന്നതാണ്. അതിൽ നമുക്ക് സ്നാക്സ്, കട്ട് ഫ്രൂട്ട്സ്, പിന്നെ അതുപോലെ മന്തി ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ 2 മിനിറ്റ് ആർക്കൊക്കെ ആക്ച്വലി നോമ്പുള്ളത്? എനിക്കുണ്ട്, ജിഷ്ണക്കില്ല. നോമ്പ് തുടങ്ങ കൊടുക്കണതിന് മുമ്പ് തിന്ന്. സ്റ്റാർട്ടേഴ്സ് ഇതാണ് കിട്ടിയിരിക്കണത്. സമൂസ, കട്ട്ലറ്റ്, 2 കട്ട് ഫ്രൂട്ട്സ്. നിങ്ങളൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യണം, നമുക്ക് റീച്ച് കിട്ടും. ഗൈസ്, ജാസിയാണ് നല്ല വ്ളോഗിൽ കാണിക്കണം. അത്രേ എന്താ നമ്മളിപ്പോ കഴിച്ചത്? സ്നാക്സ് മാത്രം കഴിച്ചു. ഇനി കുറച്ചു നേരം ഞങ്ങൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. കഴിഞ്ഞിട്ട് ഇനി ബാക്കി മന്തി കഴിക്കാണ്ട് ഋഷി ബലൊക്കെ ഇതൊക്കെ കാട്ടി. ജിഷ്ണ വീഡിയോ കണ്ട കൊണിയാൻ വേണ്ടി അതാണ് ആ കൊണീനെ. ഗൈസ്, ഇവിടെ പ്ലേറ്റ് കൊടുന്ന് വെച്ചത് കാണാണ്ടായി. ഒക്കെ പാടെ വാരി. ജാസിയാണ് മെയില്. ഞാൻ എടുക്കാൻ വെച്ച ചിക്കൻ പീസാണത്. കണ്ടോ ഓളെ പ്ലേറ്റിൽ ഇരിക്കണേ. എനിക്ക് മാത്രം ചോറ് ഇട്ടിട്ടില്ല, എല്ലാവരും നല്ല തട്ടല. പോയിക്കണു. അങ്ങനെ നല്ല അടിപൊളി മന്തിയായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ബില്ല് കൊടുക്കുന്ന യുദ്ധമാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഫ്രണ്ട്സ് കൂടിയാൽ പിന്നെ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ഇട്ട് ബില്ല് കൊടുക്കണ അവസ്ഥ എന്താ. നമ്മള് ഈറ്റോക്ക പോണതല്ല, ബിസ്മിന്റെ അവിടെ എന്തോ കഴിക്കാണ്ടെന്ന് പറഞ്ഞു ജിഷ്ണ. സത്യം പറഞ്ഞാൽ വയറ്റിൽ ഒട്ടും സ്പേസ് ഇല്ല. പിന്നെന്തിനാ ചീസ് ബോംബ് എന്നാ പോണേ? ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ ടൗണിൽ കൂടി നടന്നു. പിന്നെ കുറച്ച് അപ്പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ വയറ്റിലൊന്നും ഒട്ടും സ്പേസ് ഉണ്ടായിരുന്നില്ല. എന്നാലും വെറുതെ എല്ലാവരും കൂടെ കൂടിയല്ലേ, എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ. പിന്നെ ഞങ്ങൾ ഈ ഒരു സാധനം വാങ്ങിയത്, മറ്റു ചോക്ലേറ്റിൽ സ്ട്രോബെറി ഡിപ്പ് ചെയ്ത സാധനമല്ലേ, അതാണിത്. പിന്നെ ഇന്നെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ ടൈം മുമ്പേ ലാഗാക്കിയില്ല, ഞാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവർക്കും ബൈയൊക്കെ കൊടുത്ത് ഞാൻ വീട്ടിലേക്ക് എത്തി. ഗുഡ് നൈറ്റ്. വീട്ടിലെത്തി. സോ ടയർഡ്.